IFFKയുടെ സമാപന ചടങ്ങിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബീഫ് എന്ന ഭക്ഷണ പദാർത്ഥവുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു സ്പാനിഷ് ചിത്രം ബീഫിന് കേന്ദ്രം അനുമതി നിഷേധിച്ചു. 30 വർഷം പ്രായമായ IFFKയെ ഞെരിച്ചു കൊല്ലാനുള്ള നടപടിയാണ് കേന്ദ്രത്തിൽ നിന്നുണ്ടായതെന്ന് മുഖ്യമന്ത്രി ഇന്ന് കുറ്റപ്പെടുത്തി. ബീഫ് എന്ന പേരിലുള്ള സ്പാനിഷ് സിനിമയുടെ പ്രദർശന അനുമതി അവർ നിഷേധിച്ചു. എന്താണ് കാരണം? ബീഫ് എന്നാൽ അവർക്ക് ഒരർത്ഥമേ ഉള്ളൂ. ബീഫ് എന്ന ഭക്ഷണ പദാർത്ഥവുമായി സിനിമയ്ക്ക് പുലബന്ധം പോലും ഇല്ലായിരുന്നു. സ്പാനിഷ് ജനപ്രിയ സംഗീതമായ ഹിപ്പ് ഹോപ്പ്, ആ ഹിപ്പ് ഹോപ്പുമായി ബന്ധപ്പെട്ട സിനിമയായിരുന്നു അത്. ഹിപ്പ് ഹോപ്പ് സംഗീത സംസ്കാരത്തിൽ ബീഫ് എന്നാൽ അർത്ഥം പോരാട്ടം, കലഹം എന്നൊക്കെയാണ്. മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ജപ്പാൻ ചിത്രമായ 2 Seasons 2 Strangers നേടി. ജനപ്രിയ ചിത്രത്തിനുള്ള പുരസ്കാരം മലയാള ചിത്രമായ തന്തപ്പേരിന് ലഭിച്ചു. Film of 30th International Film Festival of Kerala goes to 2 Seasons 2 Strangers, directed by Sho Miyake for its exploratory, subtle, beautiful and thought-provoking cinematic expression. I request the editor Kiko to come on to the stage and receive. മേഘന മുരളി നമുക്കൊപ്പം ചേരുകയാണ്. മേഘന, ഇന്ന് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? SKN അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ 30ാം പതിപ്പ് അവസാനിക്കുകയാണ്. അതിൽ പ്രധാനമായും ലോക സിനിമയും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള മലയാളി യുവ സംവിധായകരുടെ സിനിമകളുമൊക്കെ വലിയ തരത്തിൽ ശ്രദ്ധ നേടി, അതുപോലെ തന്നെ പ്രേക്ഷക പിന്തുണ നേടി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ പലതരത്തിലും പല കാറ്റഗറിയിലുമുള്ള അവാർഡുകളും വിതരണം ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട അവാർഡ് എന്ന് പറയുന്നത് രജത ചകോരം തന്നെയാണ്. അർജന്റീൻ ചിത്രമായിട്ടുള്ള ബിഫോർ ദ ബോഡിയുടെ സംവിധായകൻ കരീന പിയാസ, അതുപോലെ തന്നെ ലൂസിയ ബ്രസേലിയസ് എന്നിവരൊക്കെയാണ് ഈ ഒരു രജത ചകോരം ലഭിച്ചിട്ടുള്ളത്. 4 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. അതുപോലെ തന്നെ സുവർണ ചകോരം 2 Seasons 2 Strangers എന്ന സിനിമയ്ക്കാണ്. അങ്ങനെ മത്സര വിഭാഗത്തിലെ എല്ലാ സിനിമകളും അത്രയധികം പ്രേക്ഷക പിന്തുണ നേടി എന്നുള്ള കാര്യം ഏറ്റവും ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ മലയാളത്തിലെ ഉണ്ണികൃഷ്ണൻ ആവളയുടെ സിനിമ തന്തപ്പേര് എന്ന സിനിമ വലിയ തരത്തിൽ പ്രേക്ഷക പിന്തുണ നേടി. അതുപോലെ തന്നെ 3 അവാർഡുകളാണ് തന്തപ്പേര് നേടിയത് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അതിൽ നെറ്റ്പാക്ക് അവാർഡ്, മികച്ച സിനിമ, പ്രത്യേക ജൂറി, അതുപോലെ തന്നെ ഓഡിയൻസ് പോൾ അവാർഡ് എന്നിവയാണ് തന്തപ്പേര് നേടിയിട്ടുള്ളത്. അത് നേരത്തെ തന്നെ ഈ സിനിമ പല തിയേറ്ററുകളായി പ്രദർശിപ്പിക്കുമ്പോൾ തന്നെ വലിയ തരത്തിൽ പ്രേക്ഷക പിന്തുണ, അത് പലതരത്തിലും ഗോത്ര വിഭാഗത്തിന്റെ അടക്കം കഥകൾ പറയുന്ന സിനിമയാണ് തന്തപ്പേര്. അതിന് വലിയ തരത്തിൽ പ്രേക്ഷക പിന്തുണ ലഭിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മികച്ച സിനിമ ഗിഡ്ഗി ഗാവാണ്. സംവിധായകൻ സഞ്ജു സുരേന്ദ്രനാണ്. അങ്ങനെ ഈ 30ാമത് IFFK കൊടിയിറങ്ങുമ്പോൾ വലിയ തരത്തിൽ ലോക സിനിമകളും അതുപോലെ തന്നെ മലയാളത്തിൽ നിന്നുള്ള നവാഗത സംവിധായകർക്ക് അടക്കം വലിയ സ്വീകരണം കിട്ടുന്നു, വലിയ സ്വീകാര്യത കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇവിടെ മുഖ്യമന്ത്രി അടക്കം ഈ ഒരു ഉദ്ഘാടന പ്രസംഗത്തിലടക്കം വലിയ തരത്തിൽ രാഷ്ട്രീയം സംസാരിച്ചു. രാഷ്ട്രീയ സിനിമകൾ കുറച്ചുകൂടി മുന്നോട്ട് വരണം, അതുപോലെ തന്നെ ഈ 19 സിനിമകൾ റദ്ദ് ചെയ്ത കാര്യത്തിലടക്കം വലിയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയും ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിച്ചത്. ഇപ്പോഴും 19 സിനിമകളിൽ 6 സിനിമകൾക്ക് കേന്ദ്ര വിലക്ക് തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഇത്തവണത്തെ IFFKയെ ഒരു വിവാദ വിഷയമാക്കുകയും ചെയ്തത്. എന്തായാലും ഇനി അടുത്ത ഡിസംബറിൽ ആദ്യ വാരമായിരിക്കും IFFK അന്താരാഷ്ട്ര ചലച്ചിത്രമേള തിരുവനന്തപുരത്ത് നടക്കുക. ഇത്തവണത്തെ പതിപ്പിന് സമാപനം കുറിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.